ഇതിൽ വളരെ ഗുരുതരമായൊരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നു. ഞങ്ങളുടെ പ്രതിനിധി ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഹരിമോഹൻ. ഈ അലുവ അതുലിനെ വധിക്കാൻ ശ്രമിക്കുമെന്നും അലുവ അതുലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതും ജാമ്യത്തിലിറങ്ങി മൂന്നാമത്തെ ദിവസം, വ്യാഴാഴ്ച ജാമ്യത്തിലിറങ്ങുന്നു. വ്യാഴം കഴിഞ്ഞ് വെള്ളി, ശനിയാഴ്ച രാവിലെ 12 മണിക്ക് മുമ്പ് കൃത്യം ആ പദ്ധതി നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ അലുവ അതുലിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടാകുമെന്നുള്ളത് പോലീസിന് അറിയാമായിരുന്നു. എന്നിട്ടും ജാമ്യത്തിന്റെ കണ്ടീഷൻ പാലിക്കാനായിട്ട് ശനിയാഴ്ച പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് എതിരാളികൾക്ക് അറിയാമായിരുന്നു എന്നുള്ള വിവരം പോലീസിനും അറിയാമായിരുന്നു. അപ്പോൾ പോലീസ് ഒരു മിനിമം ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പട്ടാപ്പകലുള്ള ഈ കൊലപാതകം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ചില്ലേ? 1.5 മിനിറ്റ് കൊണ്ട് എക്സിക്യൂഷൻ, അതും ഇറങ്ങി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കൃത്യമായിട്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി 17-ാം മിനിറ്റിൽ 1.5 മിനിറ്റ് കൊണ്ട് ആദ്യ അവസരത്തിൽ തന്നെ അവർ അവരുടെ ദൗത്യം പൂർത്തിയാക്കുകയാണ്. പോലീസിന് ഗുരുതരമായ വീഴ്ചയല്ലേ സംഭവിച്ചത് ഹരിമോഹൻ? അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും പോലീസിന്റെ വീഴ്ച എന്ന് പറയുന്നത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിലെ 2 ഗുണ്ടാ സംഘങ്ങൾ, നിരന്തരം ഏറ്റുമുട്ടുന്ന 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കുറ്റകൃത്യം കൂടി അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ കൂടി ഉണ്ടാകും എന്നുള്ള കൃത്യമായ വിവരം ഉണ്ടായിരുന്നിട്ട് പോലും പോലീസിന്റെ ജാഗ്രത അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം 2025 മാർച്ച് 27-ന് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം തിരികെ പോകുന്ന അലുവ അതുലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, അനികർ എന്ന് പറയുന്ന വയനകം സംഘത്തിൽപ്പെട്ട കടത്തൂർ സംഘത്തിൽപ്പെട്ട ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ്. അതിഗുരുതരമായ നിലയിൽ പിന്നീട് അനികർ ഇത്രയും നാൾ ജീവിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കെ ഈ കടത്തൂർ സംഘം എന്തെങ്കിലും പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യം കൃത്യമായി പോലീസിന് ധാരണയുണ്ടായിരുന്നു. ആ ധാരണയുണ്ടായിട്ടും അതിനെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത ഉണ്ടായിട്ടില്ല. ഈ വയനക സംഘവും കടത്തൂർ സംഘവും നിരന്തരം ഏറ്റുമുട്ടുന്ന ആളുകളാണ്. മാത്രമല്ല, ഈ ജിം സന്തോഷിന്റെ കൊലപാതകത്തിന് മുൻപും സമാനമായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്നും അത് പോലീസ് പരിഗണിച്ചിരുന്നെങ്കിൽ അന്ന് വീട്ടിൽ കയറി ജിം സന്തോഷിനെ കൊലപ്പെടുത്തില്ലായിരുന്നു. മാത്രമല്ല, മണിക്കൂറുകൾ കഴിഞ്ഞാണ് ജിം സന്തോഷിന്റെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തിയത്. അന്ന് ഈ രക്തം വാർന്നാണ് ജിം സന്തോഷ് മരിക്കുന്നതും. അതിനെ തുടർന്ന് പിന്നീട് ഈ അനികറിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന സംഭവം ഉണ്ടായി. അനികറിനെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ അതിനുള്ള പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് അന്ന് ഈ ഗുണ്ടകൾ പ്രഖ്യാപിച്ചതുമാണ്. പക്ഷേ അതിന് 1 വർഷം കഴിഞ്ഞ പ്രതികൾ പുറത്തിറങ്ങുന്നു. അലുവ അതുൽ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് വേണ്ടി മറ്റുള്ളവർ വലവിരിച്ച് കാത്തിരിക്കുകയാണ് എന്ന് പോലീസിന് കൃത്യമായി അറിയാമായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പാണ് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പോലീസിന്റെ പക്കൽ ലഭിക്കുന്നത്. കരുനാഗപ്പള്ളി പോലീസിന്റെ കയ്യിൽ ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഉറപ്പായും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഈ ജാമ്യവ്യവസ്ഥ പാലിക്കാനായി സ്റ്റേഷനിലെത്തുകയും ആ സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് മടങ്ങുകയും ചെയ്യുന്ന ആളാണ് അലുവ അതുൽ എന്നുള്ളത് പോലീസിന് ആ സമയത്ത് അറിയാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കെ ഈ ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതികൾ ഈ സ്റ്റേഷനിലെത്തി മടങ്ങുമ്പോൾ ആക്രമിക്കപ്പെടുന്ന സ്ഥിരം സംഭവം അവരുടെ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും അലുവ അതുലിന്റെ കാര്യത്തിൽ ഒരു നിരീക്ഷണം ഉറപ്പുവരുത്താൻ സ്പെഷ്യൽ ബ്രാഞ്ചിനോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലീസിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഗുരുതര സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടേണ്ടത്. മാത്രമല്ല, ഈ 1 വർഷ കാലയളവിനുള്ളിൽ ഈ 2 ഗുണ്ടാ സംഘങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് പ്ലാൻ ചെയ്യുന്നു, അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ശേഖരിച്ചു വെക്കാനോ അല്ലെങ്കിൽ അത് നിരീക്ഷിച്ച് ഉറപ്പുവരുത്താനോ പോലീസിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതിൽ ലാഘവത്വം കാണിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ആ ലാഘവത്വത്തിന് ബലി കൊടുക്കേണ്ടി വന്നതാണ് അടുത്ത ഗുണ്ടാ നേതാവിനെ അലുവ അതുലിനെ. അതൊരു പക്ഷേ ഇനി ഇതിൽ അവസാനിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം ജിം സന്തോഷിന്റെ കഴിഞ്ഞ അനിയറിനെ വെട്ടി പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അലുവ അതുലിന്റെ കൊലപാതകം കഴിഞ്ഞു. ഇതിന് പകരം വീട്ടുന്ന നടപടിയിലേക്ക് അടുത്ത ടീം, അതായത് വയനകം ടീം എത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനിയെങ്കിലും ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി ശ്രദ്ധയോടെ നോക്കേണ്ടതുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ട് പോലും ഒരു ആഭ്യന്തര അന്വേഷണം ഇന്റലിജൻസ് ഇതേവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം സമ്മതിക്കാനുള്ള പ്രയാസമാണോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം ഇതുവരെ പ്രഖ്യാപിച്ചതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് കടുത്ത സുരക്ഷാ വീഴ്ച ഉണ്ടായ സ്ഥിതിക്ക് അങ്ങനെ ഒരു അന്വേഷണം ആവശ്യമാണ്. മാത്രമല്ല, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം അത് എന്തെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടൽ മാത്രമല്ല, ഇവിടെ ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് തുടർച്ചയായി 1 വർഷത്തിനുള്ളിൽ 2ാമത്തെ വീഴ്ച. പട്ടാപ്പകൽ ഇതേപോലെ ഒരു ആക്രമണം ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യം പോലീസിന് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ മുണ്ടക്കയത്ത് നിന്ന് 4 പ്രതികളെ പോലീസ് പിടികൂടുന്ന രംഗങ്ങളാണ്.
ഒളിവിലായിരുന്ന ഇവരെ പോലീസ് വളരെ കൃത്യമായി തന്നെ വല വിരിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇവർക്കൊപ്പം ഒരു വാഹനം കൂടി ഉണ്ടായിരുന്നു. ഇവർ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നു. അതിസാഹസികമായിട്ടാണ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് വാഹനവും പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. മറുഭാഗത്ത് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന പ്രതികൾ ഈ കൃത്യം നടത്തുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഹരിയാന രജിസ്ട്രേഷനുള്ള ഇന്നോവ കാറാണ്. അതാണ് പ്രേക്ഷകർ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണുന്നത്. മറ്റൊരു ഭാഗത്ത് കാണുന്നത് ഇന്നലെ ഈ 4 പ്രതികളെയും പോലീസ് മുണ്ടക്കയത്ത് നിന്ന് പിടികൂടുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് വാഹനമാണ്. പിടികൂടി അവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാത്രിയിൽ തന്നെ മുണ്ടക്കയത്ത് ഇവർ മുണ്ടക്കയം ഭാഗത്തേക്ക് പോയി എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. കൃത്യമായിട്ട് സ്കെച്ചിട്ട് തന്നെയാണ് ഈ സംഘത്തെ പിടികൂടിയിരിക്കുന്നത്. 8 പേരെയും ഇന്നലത്തോടുകൂടി, അതായത് അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ 8 പ്രതികളെയും വലയിലാക്കാൻ പോലീസിന് സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ കൃത്യം ഒഴിവാക്കാൻ പോലീസിന് കഴിയുമായിരുന്നു. പോലീസ് അത് ചെയ്തില്ല. ഒരുപക്ഷെ സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, ഈ അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകകളിൽ പോലീസ് പാലിക്കുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു നിഷ്ക്രിയത്വമുണ്ട്. അടിച്ചു തീരട്ടെ എന്നാണെങ്കിൽ അങ്ങനെ അങ്ങ് തീർന്നോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. കാര്യം ഈ അലുവാദിലിന്റെ ചരിത്രമൊന്നുണ്ടല്ലോ, അത്ര ഭംഗിയുള്ള ചരിത്രമൊന്നുമല്ല. അലുവാദിൽ വെട്ടിക്കൊന്ന ജിം സന്തോഷിന്റെ കഥ ജിം സന്തോഷിന്റെ അമ്മ പറഞ്ഞു. ജിം സന്തോഷും പറയുന്നത് പോലെ അത്ര മഹാനൊന്നുമല്ല. എന്നാൽ പോലും ഈ ഗുണ്ടകൾ തമ്മിൽ പരസ്പരം വെട്ടിയും കുത്തിയും കൂടത്തിനടിച്ചു കൊല്ലുന്നതായിരുന്നു ഇയാളുടെ ലഹരി എന്നാണ് പറയുന്നത്. ഈ അലുവാദിൽ അങ്ങനെയുള്ള ആളൊക്കെ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പ്രേക്ഷകർ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അത് ഒരു കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്. പക്ഷേ നിയമം കയ്യിലെടുക്കാൻ നമ്മൾ ആരെയും അനുവദിക്കാൻ പാടില്ല. ഇങ്ങനെ 4-5 പേര് തീരുമാനിച്ചാൽ ഒരാളെ ഇല്ലാതാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സംവിധാനം എന്താണ്? അപ്പോൾ അതുകൊണ്ട് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് കൃത്യം നടന്ന് 12 മണിക്കൂറിനുള്ളിൽ തന്നെ മുഴുവൻ പ്രതികളെയും വലയിലാക്കി അവർ സഞ്ചരിച്ചിരുന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു വീഴ്ച സംഭവിച്ചെങ്കിലും പ്രതികളെ പിടികൂടുന്ന കാര്യത്തിൽ പോലീസിന് വളരെ ശുഷ്കാന്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജയശങ്കറും ഹരിമോഹനുമാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ ദൃശ്യങ്ങൾ ആദ്യം റിപ്പോർട്ടറിലാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതികളെ പിടികൂടിയ ദൃശ്യങ്ങളും ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. ഒപ്പം ഈ കസ്റ്റഡിയിലെടുത്ത കാറിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ റിപ്പോർട്ടറാണ് പുറത്തുവിടുന്നത്. HRSSU എന്ന രജിസ്ട്രേഷനുള്ള ഹരിയാന രജിസ്ട്രേഷനുള്ള ഇന്നോവ കാറിലാണ് പ്രതികൾ ഇന്നലെ കൃത്യം നടത്താൻ വന്നത്.